ഹലോ ഫ്രണ്ട്സ്, സിസിൽസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് പ്രായഭേദമന്യേ എല്ലാവരെയും, ചെറുപ്പക്കാരെയും വൃദ്ധജനങ്ങളെയും എല്ലാം ബാധിച്ചിരിക്കുന്ന ഒരു രോഗമാണ് കിഡ്നി സ്റ്റോൺ. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ കിഡ്നി സ്റ്റോൺ ബാധിച്ച 15-നും 35-നും ഇടയിലുള്ള രോഗികൾ 3% നിന്നും 15% ഉയർന്നു. ഇന്ന് കൂടുതലും ചെറുപ്പക്കാരെയാണ് കിഡ്നി സ്റ്റോൺ ബാധിക്കുന്നത്. ഇത് ഒരു സീരിയസ് ഹെൽത്ത് കൺസേൺ തന്നെയാണ്. ഇതിൻ്റെ പ്രധാന കാരണം ലൈഫ് സ്റ്റൈലിൽ വന്ന ചേഞ്ചസ് ആണ്. ഇന്നാഡിക്വേറ്റ് ഹൈഡ്രേഷനും ഇതിന് ഒരു കാരണമാണ്. ഇന്നത്തെ തലമുറ കൂടുതലും ആശ്രയിക്കുന്നത് ജങ്ക് ഫുഡ്സിനെയും പ്രോസസ്ഡ് ഫുഡ്സിനെയും ഒക്കെയാണ്. ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഹൈ സോൾട്ട് ഇൻടേക്കും ലെസ് വാട്ടർ ഇൻടേക്കും കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യത കൂട്ടുന്നു. ആൽക്കഹോളിൻ്റെയും പ്രോട്ടീൻ ഷേക്സിൻ്റെയും അമിത ഉപയോഗം കൊണ്ടും കിഡ്നി സ്റ്റോൺ ഉണ്ടാകാം. പീപ്പിൾ സഫറിംഗ് ഫ്രം ഒബേസിറ്റി ആർ ഓൾസോ അറ്റ് എ ഹയർ റിസ്ക് ഇൻ ഗെറ്റിംഗ് കിഡ്നി സ്റ്റോൺ. ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസിൻ്റെയും ആൻറ്റിബയോട്ടിക്സിൻ്റെയും അമിത ഉപയോഗം മൂലവും കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നു. സ്മോക്കിങ്ങും കിഡ്നി ഫംഗ്ഷൻ തകരാറിലാകുന്നു. ഇൻക്രീസ്ഡ് സ്മോക്കിംഗ് ക്രോണിക് കിഡ്നി ഡിസീസിനും കിഡ്നി ഫെയിലറിനുമൊക്കെ കാരണമാകുന്നു. കിഡ്നി സ്റ്റോൺ പെയിൻ അസഹ്യമാണ്. അസഹ്യമായ നടുവേദനയായും ലോയിങ് ടു ഗ്രോയിങ് പെയിൻ ഒക്കെ ആയിട്ടാണ് കിഡ്നി സ്റ്റോൺ കാണപ്പെടുന്നത്. If the pain is severe or is associated with nausea, vomiting or fever, you should consult a doctor immediately. ഉറക്കക്കുറവുള്ളവരിൽ കിഡ്നി ഫംഗ്ഷൻ പെട്ടെന്ന് ഇമ്പയർഡ് ആകുന്നു. ഇനി ഇതിനെയൊക്കെ തടയാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമതായി, നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും പ്രോസസ്ഡ് ഫുഡ്സിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുക. ഫ്രൂക്ടോസ് കൂടുതലായി അടങ്ങിയിട്ടുള്ള ആഹാരപദാർത്ഥങ്ങൾ ഒഴിവാക്കുക. ഉദാഹരണത്തിന് കോക്ടെയിൽസ് ആൻഡ് ബെവറേജ്ഡ് ഡ്രിങ്ക്സ്. ഓക്സാലേറ്റ് അധികമായിട്ടുള്ള ഫുഡ് സച്ചസ് സ്പിനാഷ്, ബീറ്റ്സ്, ടീ, കോഫി എന്നിവ കുറയ്ക്കുക. കാൽസ്യം ആൻഡ് വൈറ്റമിൻ സി സപ്ലിമെൻറ്റ്സിൻ്റെ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ടുള്ള യൂസ് ഒഴിവാക്കുക. ആയുർവേദത്തിൽ കിഡ്നി സ്റ്റോണിന് വളരെ ഉത്തമമായ ചികിത്സയാണ് ഉള്ളത്. സിസ്റ്റോൺ പോലെയുള്ള പേറ്റന്റ് മെഡിസിനും ബൃഹത്യാദി, പുനർനവാദി തുടങ്ങിയ കഷായങ്ങളും ചന്ദ്രപ്രഭ, കോക്ഷരാദി, ഗുഗ്രു തുടങ്ങിയ ടാബ്ലറ്റ്സും ഈ കിഡ്നി സ്റ്റോണിന് വളരെ ഉപകാരപ്രദമായി കാണപ്പെടുന്നു. കിഡ്നി സ്റ്റോണിന് മറ്റ് ചികിത്സാ രീതികളെക്കാളും വളരെ ഉത്തമമായ ചികിത്സയാണ് ആയുർവേദം നൽകുന്നത്. കിഡ്നി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡയറ്റ് വഴിയും മരുന്നുകളുടെ യുക്തമായ ഉപയോഗം വഴിയും നമുക്ക് കിഡ്നി സ്റ്റോണിനെ തടയാൻ ശ്രമിക്കാം. നന്ദി.